ഇതിലും മാങ്ങേ അമ്മക്ക് ഈ മാങ്ങ എവിടെ നിട്ടി അമ്മേ? ദേ ഇത് സരസ്വതി ചേച്ചി തന്നാണ്, മൂക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദേ നല്ല മാങ്ങയാണ്. ആണാ? അങ്ങനെയാണെങ്കിലേ അമ്മ ഈ മാമ്പഴം വെച്ചോണ്ട് എനിക്ക് മാങ്ങക്കറി ഉണ്ടാക്കി തരോ? മാങ്ങക്കറി കൂട്ടി ചോറ് കഴിക്കണോന്ന് ദേ ഇത്തിരി നേരം മുമ്പ് ഞാൻ വിചാരിച്ചതാണ്. എനിക്ക് ഉണ്ടാക്കി തരോ അമ്മേ? അതിനെന്താണ്, അമ്മ ഉണ്ടാക്കി തരാല്ലോ മോക്ക് മാങ്ങാക്കറി. അതെ ഇന്ന് ഉച്ചക്ക് എന്തായാലും മാങ്ങാക്കറി തന്നെ ഉണ്ടാക്കാട്ടാ. എന്നാലേ ഞാൻ പോയി കുറച്ചേരം കിടക്കട്ടെ. നടന്നു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു ക്ഷീണോ അമ്മേ. എന്നാ മോള് പോയി കിടന്നോ. അമ്മ എന്തിനാണ് അരിയണത്? അമ്മേ, അമ്മ എന്തിനാണ് ഈ അരിയണത്? ദേ മാങ്ങ അരിയാണ്. ജ്യൂസ് അടിക്കാനാണോ? ഇത് ജ്യൂസ് അടിക്കാനൊന്നല്ല, മോക്കേ മാങ്ങാക്കറി ഇടണോന്ന് വാക്കുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ വെച്ച് മാങ്ങാക്കറി ഉണ്ടാക്കലാന്ന്. അപ്പൊ അത് ഉണ്ടാക്കാൻ പോണേന്. ഓ, മരുമോള് വന്നപ്പോ തന്നെ കേക്കാൻ നിക്കണ്. വാക്കൂളേ, അവക്കേ പണി എടുക്കാതിരിക്കാനുള്ള അടവാണ്. അവക്ക് ഒന്ന് ചെയ്തൂടെ? എന്റെ മോളെ, അവൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരുന്നല്ലേ. ഇപ്പോഴാണെങ്കിൽ അവൾക്ക് തീരെ വയ്യ, ഭയങ്കര ക്ഷീണോണ്. അതിന്റെ ഇടയിൽ ഞമ്മള് അടക്കളയൊക്കെ എന്തിനാണ്? അതാണ് ഞാൻ തന്നെ ഉണ്ടാക്കാലോന്ന് വിചാരിച്ചത്. അതെ, തുടക്കമല്ലേ ആയിട്ടുള്ളൂ. ഇനി അമ്മ ഇപ്പോഴേ ചെയ്ത അവസാനം വരെ അമ്മ തന്നെ ചെയ്യേണ്ടി വരും. അതെ, ഇതുകൊണ്ട് അമ്മ മാങ്ങാക്കറി ഒന്നും ഉണ്ടാക്കണ്ട. ഇതേ ജ്യൂസ് അടിച്ചാ മതി. അവളുടെ ഒരു വാക്കൂള്. ഇതേ എന്തായാലും ഞാൻ മാങ്ങാക്കറി തന്നെ വെക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഗർഭിണിയായിരുന്ന സമയത്തേ നിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നോണ്ടിരുന്ന ആരാണ്? അതമ്മ. പിന്നെ അമ്മ ചെയ്യണ്ട, അമ്മയുടെ മോളല്ലേ ഞാൻ. അമ്മക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അത് മരുമോളാണ്, അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാനേ അവളുടെ വീട്ടുകാരുണ്ട്, അല്ലാണ്ട് അമ്മയല്ല നോക്കേണ്ടത്. അത് കൊള്ളാം, അവളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ അവളുടെ അമ്മയുണ്ട്, സമ്മതിച്ച്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നീ എനിക്ക് മോളാണെങ്കിലേ അവൾ എനിക്ക് മോള് തന്നെയാണ്. എന്റെ മോന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിലുള്ളത്. ആ ഒരു ബോധവും എനിക്കുണ്ട്. അതുകൊണ്ടേ എന്നെയും കൊണ്ട് അവൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. അതിന്റെ ഇടയില് ഇതേപോലത്തെ നാത്തും പോലും കൊണ്ട് ഇടയിൽ വന്നിട്ടുണ്ടെങ്കിലേ നിന്നെ ഞാൻ മേലാൽ ഈ വീട്ടിലേക്ക് കയറ്റൂല. ഈ സമയത്തേ അവളോട് ഇങ്ങനെ പോരല്ല എടുക്കേണ്ടത്, ഇത്തിരി സ്നേഹത്തോടെ പെരുമാറ അവളോട്. അവളുടെ വയറ്റിൽ കിടക്കണതേ നിന്റെ ആങ്ങളുടെ കുഞ്ഞാണ് എന്ന് വെച്ചാല് നിന്റെ ചോര, അത് നീ മറക്കണ്ട. ആ അമ്മയുടെ ആ ഒരൊറ്റ ചോദ്യത്തിൽ തന്നെ നമ്മുടെ നാത്തൂന്റെ മനസ്സിലുള്ള കുശുമ്പെല്ലാം ആ അമ്മ ഇല്ലാണ്ടാക്കിയിട്ട. സ്വന്തം മകളെയും മരുമകളെയും ഒരുപോലെ സ്നേഹിക്കാനുള്ള ആ ഒരു വലിയ മനസ്സ് ഈ അമ്മയ്ക്കുണ്ട്. സ്നേഹം കൊണ്ട് തൻ്റെ മക്കളെ തിരുത്താൻ കഴിവുള്ള ഒരമ്മയുള്ള വീട്, ആ വീട് എന്നും ഒരു സ്വർഗമായിരിക്കും. ശരിയല്ലേ പറഞ്ഞത്?